അടിപൊളി ടേസ്റ്റ് നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഞാൻ ശകലം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് സവാള ഇട്ട് ഉപ്പ് ഇട്ട് വഴറ്റിയെടുക്കുക. പകുതി വഴറ്റി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് വഴറ്റാൻ മാറ്റി വെക്കുക. ആ സമയം കൊണ്ടൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ശകലം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള മുട്ട വരിഞ്ഞതിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അതേ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി ഉപ്പ് ഇട്ട് കൊടുത്ത് അതിന് വേവിക്കാനായിട്ട് മാറ്റി വെക്കുക. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 തക്കാളി അരച്ചിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ വെച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ശകലം ജീരകപ്പൊടിയും അതുപോലെ ഗരം മസാല ഇട്ട് കൊടുത്ത് പച്ച സ്മെല്ല് മാറി ഇളക്കി കൊടുത്ത് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തൈരോട്ട് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. സ്പൈസസ് ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ശകലം പാലി മഞ്ഞൾപ്പൊടി ഇട്ടാണ് അതും ഇട്ട് കൊടുക്കുക. മല്ലിയിലും പുതിനയിലും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് ഇതിന് വേവിച്ചെടുക്കുക. ഇതുണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഫുൾ വീഡിയോ കണ്ടു നോക്കുക. താഴെ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ.